നമസ്കാരം. ദേശികനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരസേനയുടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏനാത്ത് പൂർത്തിയായി. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ വെടിക്കെട്ട് ദുരന്തം നടന്നിട്ട് തിങ്കളാഴ്ച 1 വർഷം പൂർത്തിയാകുന്നു. ഭക്തജനങ്ങൾക്ക് ആത്മനിർവൃതിയേകി ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നെടുംകുതിരയെടുപ്പും കെട്ടുകാഴ്ചയും നടന്നു. കൊല്ലം ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് ബസ് ഉടമകൾ. വാർത്തകൾ വിശദമായി. കരസേനയുടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏനാത്ത് പൂർത്തിയായി. 2 ദിവസം കൊണ്ടാണ് സേനാംഗങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഏപ്രിൽ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഏനാത്ത് കരസേനയുടെ ബെയിലി പാല നിർമ്മാണം പൂർത്തിയായി. 2 ദിവസം കൊണ്ടാണ് സൈന്യം പാല നിർമ്മാണം പൂർത്തീകരിച്ചത്. ബെയിലി പാലം ഈ മാസം 10-ന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് തീരുമാനം. 180 അടി നീളവും 15 അടി വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണം 2 ദിവസം കൊണ്ടാണ് സൈന്യം പൂർത്തിയാക്കിയത്. പാലത്തിന്റെ ഇരുവശത്തും 10 അടി ഉയരത്തിൽ ഇരുമ്പ് പാനലുകൾ കൊണ്ട് സംരക്ഷണ മതിലും തീർത്തു. പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള നടപ്പാതയിൽ കൈവരികൾ തീർക്കുന്ന ജോലികളും പൂർത്തിയാക്കി. പാലത്തിലൂടെ സൈനിക ഓഫീസർമാരെയും വഹിച്ചുകൊണ്ടുള്ള വാഹനവും ഓടിച്ച് ബലം ഉറപ്പുവരുത്തി. ദില്ലിയിലെ സൈനികാസ്ഥാനത്ത് നിന്നും ഉത്തരവ് ലഭിക്കുന്നതോടെ കരസേന ബെയിലി പാലം സംരക്ഷണ ചുമതലയുള്ള KSTPക്ക് കൈമാറും. ബെയിലി പാലത്തിന്റെ ഇരുകടവുകളിലും സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണവും അനുബന്ധ റോഡുകളുടെ നവീകരണവും പൂർത്തീകരിക്കാനുണ്ട്. ഈ ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശം നൽകി. ഇതിനുശേഷമേ പാലം പൊതുജനത്തിന് തുറന്നുകൊടുക്കൂ. നിലവിൽ പഴയ പാലത്തിലൂടെയാണ് കാൽനട യാത്രക്കാർ പോകുന്നത്. പഴയ പാലത്തിന്റെ നവീകരണ ജോലികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ കാൽനടയാത്രയും നിരോധിക്കും. ഈ സമയം ബെയിലി പാലത്തിലെ നടപ്പാത ഈ പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടൂർ. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും അഞ്ചലിൽ നടന്നു. ഐഡിയൽ റിലീഫ് വിംഗിന്റെയും തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മന്ത്രി K. രാജു ഉദ്ഘാടനം നിർവഹിച്ചു. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെയും ഐഡിയ വെൽഫെയർ വിംഗിന്റെയും ആഭിമുഖ്യത്തിലാണ് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചത്. അഞ്ചൽ ഇസ്ലാമിക് സെന്ററിൽ നടന്ന പരിപാടി മന്ത്രി K. രാജു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പരിശോധനയും ഇവിടെ നിർണ്ണയിക്കപ്പെടുന്ന മരുന്നും കൊണ്ട് പോരാ എന്നുള്ളവർക്ക് ഓപ്പറേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അഞ്ചൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കൾച്ചറൽ സെൻറ്റർ ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം നല്ല കാര്യങ്ങൾ. A. ജലാലുദ്ദീൻ കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മുരളി, ഡോക്ടർ റോബി, സലിം മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് ബസ് ഉടമകൾ. നഷ്ടം സഹിച്ചും KSRTC ബൈ റൂട്ടുകളിലേക്കും സർവീസ് നടത്തുന്നതും സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയാകുന്നു. KSRTC MPയുടെ ഉത്തരവ് മാനിക്കാതെയാണ് നഷ്ടത്തിലുള്ള റൂട്ടുകളിലും സർവീസ് നടത്തുന്നത്. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നു എന്ന ആരോപണവുമായാണ് സ്വകാര്യ ബസ് ഉടമകളും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ KSRTC ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്നത് സ്വകാര്യ മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് എന്നാണ് ആരോപണം. 10,000 രൂപയിൽ കുറവ് കളക്ഷനുള്ള KSRTC ബസ് സർവീസുകൾ നിർത്തിവെക്കണമെന്ന് KSRTC മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവുണ്ടായിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് മിക്ക KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നത്. കൊല്ലം കുളത്തൂപ്പുഴ, കൊട്ടിയം ആയൂർ, അഞ്ചൽ പാരിപ്പള്ളി, കൊട്ടാരക്കര കൊല്ലം, ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് KSRTC അധിക സർവീസ് നടത്തുന്നതിനാൽ വർഷങ്ങളായി ഈ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന പല സ്വകാര്യ ബസ്സുകളും നിർത്തേണ്ടി വന്നു എന്നും നിലവിൽ സർവീസ് നടത്തുന്നവ കടുത്ത പ്രതിസന്ധി നേരിടുന്നുവെന്നും സ്വകാര്യ ബസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ചില റൂട്ടുകളിൽ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ കൊട്ടിയം, ആയൂർ, അഞ്ചൽ, കൊല്ലം കുളത്തൂപ്പുഴ, കൊല്ലം അഞ്ചൽ, കൊല്ലം മടത്തറ, കൊല്ലം ചെങ്ങന്നൂർ,
പാരിപ്പള്ളി കൊട്ടാരക്കര, കരുനാഗപ്പള്ളി കൊട്ടാരക്കര എന്നീ റൂട്ടുകളിൽ യാതൊരു തത്വദീക്ഷയും മാനദണ്ഡവുമില്ലാതെ, യാതൊരു ടൈമിങ്സോ പെർമിറ്റോ ഇല്ലാതെ KSRTC അനധികൃതമായി സർവീസുകൾ നടത്തുന്നത് മൂലം പല സ്വകാര്യ ബസ്സുകളും ഇന്ന് സർവീസ് നിർത്തിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പോയാൽ KSRTCയുടെ ഈ കടന്നുകയറ്റം മൂലം സ്വകാര്യ ബസ്സുകൾ അപ്പാടി സർവീസ് നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് KSRTC ഇവിടെ വേണം, പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഒന്നിനെ ഇല്ലാതാക്കി മറ്റൊന്നിനെ വളമാക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. KSRTC ബസ്സുകൾ ഒട്ടുമിക്കതും കട്ടപ്പുറത്താണ്. എങ്കിലും നിലവിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ സ്വകാര്യ ബസ് ജീവനക്കാരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നാണ് ആരോപണം. ഇത്തരത്തിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുപോലെ തകർക്കുന്ന നയം തെറ്റാണെന്നും ഇത് KSRTCയെ സംരക്ഷിക്കാൻ കഴിയുന്നതല്ലെന്നും മാത്രമല്ല സ്വകാര്യ മേഖലയെ തകർക്കുന്നതാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിൽ പോകുന്ന KSRTC ജനങ്ങൾക്ക് സൗകര്യപ്രദമായ യാത്രാമാധ്യമം ഒരുക്കി കൊടുക്കുന്ന സ്വകാര്യ മേഖലയെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം എടുക്കുന്ന ഈ സ്വകാര്യ മേഖലയെ നശിപ്പിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. അവർക്കും KSRTCക്ക് നാഷണലിസ്റ്റ് സെക്ടറിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഓടാം. അതേസമയം നോൺ നോട്ടിഫൈഡ് റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്ന പോലെ, സ്വകാര്യ ബസ്സുകൾക്ക് ടൈം ഷെഡ്യൂൾസ് അനുവദിച്ച് നൽകുന്ന പോലെ അവരും ഇത് സമ്പാദിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ ആളുള്ളിടത്തേക്ക് ബോർഡ് വെച്ച് പോകുന്ന ആ നില അവസാനിപ്പിക്കണം. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുപോലെ രക്ഷപ്പെടുന്നതിലേക്ക് ഒരു മാനദണ്ഡവും തത്വദീക്ഷയും ഉണ്ടാകുന്ന തരത്തിൽ KSRTC സർവീസ് നടത്തണം. നിലവിലെ അവസ്ഥ തുടർന്നാൽ സ്വകാര്യ മേഖല പ്രതിസന്ധിയിലാകുമെന്നും ഈ വിഷയത്തിൽ KSRTC ഒരു മാനദണ്ഡം സ്വീകരിക്കണമെന്നുമാണ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ ആവശ്യം. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ വെടിക്കെട്ട് ദുരന്തം നടന്നിട്ട് തിങ്കളാഴ്ച 1 വർഷം പൂർത്തിയാകുന്നു. വെടിക്കെട്ട് ദുരന്തത്തിൽ തകർന്ന നിരവധി വീടുകൾ ദുരന്ത സ്മാരകങ്ങളായി ക്ഷേത്ര പരിസരത്ത് അവശേഷിക്കുന്നു. പലർക്കും വീട് നന്നാക്കാനുള്ള തുക ഇനിയും സർക്കാർ നൽകിയിട്ടില്ല. ഫണ്ടിന്റെ അപര്യാപ്തതയാണെന്നാണ് ജില്ലാ ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നത്. പുറ്റിങ്ങൽ ദുരന്തത്തിന് തിങ്കളാഴ്ച 1 വയസ്സ് പൂർത്തിയാകുന്നു. ദുരന്തത്തിൽ തകർന്നത് നിരവധി വീടുകൾ. അറ്റകുറ്റപ്പണി നടത്താൻ ഇതുവരെയും പണം നൽകിയിട്ടില്ല. ഫണ്ട് അപര്യാപ്തമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മറുപടി. പുറ്റിങ്ങൽ ക്ഷേത്രത്തിന് തൊട്ടുപിറകിലാണ് തങ്കമ്മയുടെ വീട്. കനത്ത സ്ഫോടനത്തിൽ കോൺക്രീറ്റ് പാളികൾ വന്നിടിച്ച വീടിന്റെ മുൻഭാഗം തകർന്നു. ഓടുമേഞ്ഞ വീട് ഭാഗികമായി നശിച്ചു. ദുരന്തത്തിന്റെ ആഘാതത്തിൽ വീട് വിട്ടുപോയ തങ്കമ്മ ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ തിരികെ എത്തിയത്. വീട് നന്നാക്കാൻ മുട്ടാത്ത വാതിലുകളില്ല. പൈസ കിട്ടിയില്ല മോനെ, അടുത്തൊരു വീട്ടിൽ പോയി കിടന്നു. ഇവിടെ ഈ ഇത് ഓടെല്ലാം തർജിപ്പണമായി എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിയിരിക്കുകയാണ്. അത് ഇനി കാറ്റും പെശറും വന്നാൽ എണീച്ചിരിക്കുകയാണ്. സത്യമാണ്, അമ്മ സത്യത്തിൻ്റെ സത്യം. ഉറങ്ങാൻ ഒക്കില്ല. 1 മണിക്ക് കാറ്റും പെശറും വന്നതിനൊക്കെ 3 മണിയാനൊക്കെയാണ് കിടന്നത് പേടിച്ച്. താലൂക്ക് ഓഫീസിലും കളക്ട്രേറ്റിലും നിരവധി തവണ കയറിയിറങ്ങി. പൊതുമരാമത്ത് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തങ്കമ്മയുടെ വീടും സമീപത്തെ മറ്റു ചില വീടുകളും വെടിക്കെട്ട് ദുരന്തത്തെ തുടർന്നല്ല തകർന്നതെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫണ്ടെല്ലാം തീർന്നതായി അധികൃതർ പറയുന്നു. കാറ്റും മഴയും വരുമ്പോൾ സമീപത്തെ വീടുകളിൽ ഈ അമ്മ അഭയം തേടുന്നു. എന്നെങ്കിലും വീട് നന്നാക്കാൻ അധികൃതർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ സാധുമാതാവ്. ക്ഷേത്രത്തിന് സമീപത്തെ 12 വീടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ഇനിയും പണം നൽകിയിട്ടില്ല. പൊതുമരാമത്ത് വിഭാഗം കൃത്യമായ റിപ്പോർട്ട് നൽകാത്തതിനാൽ നിരവധി സാധുക്കളാണ് ഇവിടെ ആശയേറ്റ് കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭക്തജനങ്ങൾക്ക് ആത്മനിർവൃതിയാക്കി ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നെടും കുതിരയെടുപ്പും കെട്ടുകാഴ്ചയും നടന്നു. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ദൃശ്യങ്ങളിലേക്ക്.
മാർത്തോമ സഭ സന്നദ്ധ സുവിശേഷ സംഘം കുണ്ടറ സെന്ററിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ആറുമുർക്കട ഷാലോം മാർത്തോമ ദേവാലയത്തിൽ നടന്ന പരിപാടിയിൽ റവറന്റ് സജി പി തോമസ് മുഖ്യ സന്ദേശം നൽകി. മാർത്തോമ സഭ സന്നദ്ധ സുവിശേഷക സംഘം കുണ്ട്ര സെന്ററിലാണ് വാർഷിക പൊതുയോഗവും യാത്രയപ്പ് സമ്മേളനവും നടന്നത്. കുണ്ട്ര ഷാലോം മാർത്തോമ ദേവാലയത്തിൽ നടന്ന വാർഷിക യോഗത്തിന് സെൻട്രൽ പ്രസിഡന്റ് റവറന്റ് PG മാത്യു അച്ഛൻ അധ്യക്ഷത വഹിച്ചു. കരിപ്പുറം ക്രിസ്തോസ് മാർത്തോമ ഇടവക വികാരി റവറന്റ് സജി പി തോമസ് ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി. സെൻട്രൽ സെക്രട്ടറി ബിനു ജോൺ, KG ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയപ്പ് സമ്മേളനത്തിന് റവറന്റ് ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ചു. റവറന്റ് M സാമുവൽ, റവറന്റ് വർഗീസ് ജേക്കബ്, റവറന്റ് ഗീവർഗീസ് തോമസ്, റവറന്റ് നിതിൻ ജോൺ ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. അഞ്ചലിൽ പടിഞ്ഞാറ്റിൻകര കളരി ദേവി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കുതിരയെടുപ്പും ആറാട്ട് ഘോഷയാത്രയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരസേനയുടെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏനാത്ത് പൂർത്തിയായി. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ വെടിക്കെട്ട് ദുരന്തം നടന്നിട്ട് തിങ്കളാഴ്ച 1 വർഷം പൂർത്തിയാകുന്നു. ഭക്തജനങ്ങൾക്ക് ആത്മനിർവൃതിയേകി ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നെടുംകുതിരയെടുപ്പും കെട്ടുകാഴ്ചയും നടന്നു. കൊല്ലം ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് ബസ് ഉടമകൾ. ദേശിംഗനാട് ന്യൂസിന്റെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.